പാസ്പോർട്ട് സറണ്ടർ ചെയ്യാനായിട്ട് കണ്ടീഷൻ ഇമ്പോസ് ചെയ്താ പോരെ? വിവാഹം മുടക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ലോർഡ്ഷിപ്പ്, ഇഷ്യൂ ചെയ്ത മെഡിക്കൽ റിപ്പോർട്ടാണത്. അത് വായിച്ചാൽ കോടതിക്കെല്ലാം ബോധ്യമാവും. അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വയലന്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഒരുപക്ഷെ ഇത് തന്നെ ആവാം വരുൺ പ്രഭാകരന്റെ കൊലപാതകത്തിലേക്ക്. ലോർഡ്ഷിപ്പ്, ആസ് എ വുമൻ മമ്മിയെയും ജീവിക്കാനുള്ള അവളുടെ അവകാശത്തെ ഹനിക്കാനായി ഒരു ആധാരവുമില്ലാത്ത ഈ ഒരു കടലാസ് കോടതി മുമ്പാകെ ഹാജരാക്കിയിരിക്കുന്നു. ലോർഡ്ഷിപ്പ്, ഇന്ന് വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച അവർക്ക് കൊടുക്കണം. അത് കഴിഞ്ഞ് ചോദ്യം ചെയ്യാം. പോലീസ് പറയുന്നിടത്ത് ഹാജരാകും. ഈ വിവാഹം തന്നെ നടക്കാൻ പാടില്ല. ഒരാളുടെ ജീവനാണോ ഒരാളുടെ ഇമോഷനാണോ വലുതെന്ന് ബഹുമാനപ്പെട്ട കോടതി. ഇന്ററിം ബെയിൽ ഗ്രാന്റഡ് അൺടിൽ നെക്സ്റ്റ് ഹിയറിംഗ്. അടുത്ത ഹിയറിംഗ് വരെ പോലീസ് इसी का चीज का इंतजार कर रहा था. कैसे बुरा लग रहा है ना. പ്രഭാകർ, നിങ്ങളിങ്ങനെ അപ്സെറ്റ് ആവണ്ട. കല്യാണം കഴിഞ്ഞെന്നല്ലേ ഉള്ളൂ. സാറേ, അപ്പം ഞാൻ ഇറങ്ങാം. നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. पुलिस स्टेशन के बाहर है सर. അവരിവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. एक्सीडेंट तो नहीं करवाएगा? अबे वो मिला है. മിസ്റ്റർ പ്രഭാകർ, വെറും ഡൈവേർഷൻസ്. നമുക്ക് കിട്ടിയ തെളിവുകൾ കൊണ്ട് മാത്രം അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ കഴിയുന്ന സമയമില്ല. विलन का रोल निभा. നിങ്ങൾ എല്ലാവരും കരുതുന്നത് പോലെ ഈ ജോർജ് കുട്ടി അങ്ങനെ അതിബുദ്ധി കോമൺ സെൻസ് ഉള്ള ഏതൊരാളും ചെയ്യുന്നതേ അയാളും ചെയ്തിട്ടുള്ളൂ. 2 വർഷത്തെ പരിശ്രമത്തിലൂടെ ഞാനിപ്പോ ചെയ്തു അത് എനിക്ക് അറിഞ്ഞാൽ മതിയാവും. ഓഫ് കോഴ്സ് ഐ വിൽ ടെൽ യു മൈ പ്ലാൻ. इसको गिरफ्तार कर लेना चाहिए. Already in motion. हैं? ओ. കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് രക്ഷിച്ചെടുത്തതാണ് ഞാൻ അവനെ. അവരുടെയും സഹദേവന്റെയും സഹായത്തോടെ കാര്യങ്ങൾ. देखो. മകളെ വിദേശത്തേക്ക് കെട്ടിച്ചയക്കില്ല എന്ന ജോർജ് കുട്ടിയുടെ തീരുമാനമായിരുന്നു സൃഷ്ടിച്ച് ജോർജ് കുട്ടിയെ അവിരായിലേക്ക് എത്തി. എന്റെ പദ്ധതി നടപ്പിലാക്കാൻ പറ്റിയ ഒരു റിസോർട്ടിന് പോകുന്ന ഐഡിയ ജോർജ് കുട്ടിയുടെ മക്കളെ കൊണ്ട് സാധിച്ചെടുത്തു. കോട്ടേജിലെത്തിയാൽ അവിര സഹദേവന്റെ സഹായത്തോടെ അവരായെ ആ പെൺകുട്ടി അപായപ്പെടുത്തി എന്ന് വരുത്തി തീർക്കാൻ ആവശ്യമായ തെളിവുകൾ. इतना सब कुछ कर दिया उन्होंने. നിനക്ക് നിന്റെ മകളെ രക്ഷിക്കാൻ പറ്റില്ലടാ. ജോർജോട്ടെ ഈ സമയത്ത് नकली ब्लड लगा रहे. പെൺകുട്ടിയുടെ ബോധം തിരിച്ചു കൊണ്ടുവരാനുള്ള മറുമരുന്ന് നൽകി അവരായും സഹദേവനും കോട്ടേജിന് പുറത്തേക്ക് പോയി. गलत कर रहे हैं. पुलिस भी आ गई. എന്താ മോളെ? എവിടെ? ചരിത്രം ആവർത്തിക്കുന്നു. മകൾ കൊല്ലുന്നു. ജോർജിതമായ സാഹചര്യ തെളിവുകൾ ഉണ്ടായിരിക്കും. ഇനി ആ പെൺകുട്ടിയുടെ സൈക്കോളജിസ്റ്റ് റിപ്പോർട്ട്. ഈ അപകട സാധ്യതയെക്കുറിച്ച് നമ്മൾ പോലെ തന്നെ തിരിച്ചു പോകും. നാളെ ഇവിടെ നിന്നും രാമേശ്വരത്തേക്ക്, അടുത്ത ദിവസം ഒരു ഫിഷിംഗ് ബോട്ടിൽ ശ്രീലങ്കത്തേക്ക്. സാറ് പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങണം. ഇനി അങ്ങോട്ട് ജോർജ് കുട്ടിയുടെയും കുടുംബത്തിന്റെയും
ബാസിൻ കാര്യം പറയും. സഹദേവൻ അവിടെ അവൻ ഇവിടെയല്ല, ഇവിടെ അടുത്ത് വേറൊരു വീട്ടില. വിളിച്ചായിരുന്നു അവൻ. അവനോട് ഫോണിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇതുപോലെ അല്ല കാര്യങ്ങളാണ്. क्या हो गया? नींद खुल गई थी उसकी. ओहो. अच्छा ऐसे कुछ हुआ नहीं था. മോളെ अच्छा അയ്യോ उसी की बेटी का फोन था. അയ്യോ അയ്യോ മോളെ കഥ തുറക്ക് അച്ഛനോ കഥ തുറക്ക് എടുത്തു എന്ന് പറഞ്ഞു സാർ ഞാൻ വിളിച്ചിട്ട് തുറക്കുന്നില്ല സാർ എന്റെ മോളെ അവിടെ കിടപ്പുണ്ട് സാർ മോളെ ഞാൻ നിങ്ങളോട് എപ്പോഴേ പറഞ്ഞതല്ലേ സഹദേവൻ ഡിപ്പെൻഡബിൾ അല്ല. മരിക്കാത്തവൻ മരിച്ചു എന്ന് വരുത്തി തീർക്കാൻ ഒരിത്തിരി പാടും. അതുകൊണ്ടവൻ ആ ദേഷ്യത്തെ അവൾ അവനെ കൊന്നു. ബോഡി ആരുടെയും ജീവൻ എടുത്തിട്ടുള്ള കളിയൊന്നും നമുക്ക് വേണ്ട. അവന്റെ മകള് ജയിലിൽ പോണം, അത് മതി. സാറിന്റെ ഇഷ്ടം. There is no अच्छा वो लड़के को I मार mean, रहा है. ഒരാളെ കൊന്നിട്ട് ആ ബോഡി മറവ് ചെയ്ത് പിന്നീട് അത് കണ്ടെത്തുമ്പോൾ ഉണ്ടാവുന്ന ഓർഗാനിക് ആയിട്ടുള്ള എവിഡൻസസ് ഉണ്ട്. ആ പയ്യന്റെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക്. वो आए नहीं वो. സഹദേ, ये वही है. छोड़ेगा नहीं इसको ये. നമ്മളെങ്ങനെ പ്രതിയാക്കുന്നത്? കേസ് പഠിച്ചപ്പോഴേ മനുവിന്റെ ശിക്ഷ ഞാൻ മനസ്സിൽ കണ്ടു. അത്രയ്ക്ക് अब दिखा रही क्या था. ആ നീ എത്രയും പെട്ടെന്ന് എന്റെ വീടിനടുത്ത് ചെല്ലണം. സഹദേവൻ അവിടെ എത്തിയാലേ तो उसने उसके पीछे लगाया उसे. ചേട്ടാ बाहर बुला दिया उसे. ओह, എവിടെടാ അവരാ? ओह. നീ അവനെ കൊന്നോ? നീ തീർന്നടാ ജോർജ് കുട്ടി. എവിടെടാ എവിടെടാ നീ അവനെ കൊന്ന് തോത്തിയത്? എന്നെ കൊന്നാലും നിനക്കൊന്ന് തീർത്തിട്ട് ഞാൻ അകത്ത് പോവുള്ളടാ. ओह. ജോസേ പറയടാ. ओह. बता दिया इसने. आईजीबी പക്ഷെ किया. സഹദേവന്റെ പ്ലാനുകൾ വേറെയായിരുന്നു. उसे बगीचे में डालने का प्लान था. എന്തിനായിരുന്നു എന്റെ പറമ്പില് നേരത്തെ തന്നെ നീ കുഴിയെടുത്തത്? പോണല്ലോ. പിന്നെ നിന്റെ ശ്രദ്ധ അവിടേക്ക് കൊണ്ടുവരാൻ പറ്റിയ നീ അവിടെ കുടിച്ചു നോക്കുമെന്ന് എനിക്ക് ഉറപ്പ്. ആ പയ്യൻ ആളിയെ പറഞ്ഞോ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. वही ला रहा था उसको. मार दिया उसने उसे. എന്തൊക്കെയായാലും എന്ന് നിങ്ങളുടെ കുടുംബത്തോട് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു എനിക്ക്. ജോർജ് കുട്ടി, എനിക്ക് നഷ്ടപ്പെടാനുള്ളതൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ നീയും കുടുംബവും ചേർന്ന് നഷ്ടപ്പെടുത്തി ഉണ്ടാവും. ओह. ഭാഗ്യം എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവില്ല ജോർജ് കുട്ടി. അഞ്ചു ബോധം തെളിഞ്ഞു. ഇനിയിപ്പോ പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞ. ജോർജ് കുട്ടി, വേണം. ഇത് മുൻപൊരിക്കൽ നമ്മളിതിന് തയ്യാറായതല്ലേ? ഞാനുള്ള കൊതി കൊണ്ട് ഞാൻ क्या करेगा ये? सरेंडर तो नहीं करना. എങ്കിലും നമുക്ക് ഒന്ന് സമാധാനത്തോടെ ഉറങ്ങട്ടെ. ഇന്ന് ഒരു കുടുംബം തകർന്നു. അവരുടെ ചെയ്യാവുന്ന പ്രായച്ചിത്തം. ഇത് കടന്നു പോകും. പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം. പോട്ടെ.
സർ, ഇതോടുകൂടി എല്ലാം അവസാനിക്ക് പറഞ്ഞിട്ടുണ്ട്. 5 വർഷത്തിൽ താഴെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പെ ചാർജ് ഷീറ്റിൽ തയ്യാറാക്കാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ജോർജ് കുട്ടി സഹദേവനെയും നിങ്ങൾക്ക് വേണ്ട ജോർജ് കുട്ടിക്ക് പ്രഭാകരനെ മീറ്റ് ചെയ്യണം എന്നുണ്ടോ? ശരി സാർ, അപ്പം ഞങ്ങൾ ഇറങ്ങും. ഇത് നിന്റെ ദാനമാണെന്നൊരു ഭാവമുണ്ട് നിനക്ക്. നിങ്ങൾക്ക് എൻ്റെ മകളെ കൂടെ വേണമെന്നറിയാം. ഞാൻ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ വിശ്വസിക്കുക. ഇതിവിടെ കൊന്നുകളെ ഞാൻ. കൊല്ലാൻ പ്ലാൻ ഉണ്ടായിരുന്നു സാറിന് അറിയായിരുന്നു അല്ലേ? ഒത്തിരി നന്ദിയുണ്ട് വക്കീലെ. ഞാൻ ഇത്രയും ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? അവരെക്കാളും ഞാൻ ഭയക്കും. മോളെ മോളെ ഇതൊരു ചതിയാ. നമുക്കൊന്ന് വേഗം പോവാച്ച. മോൾക്ക് അച്ഛനിൽ വിശ്വാസമുണ്ടോ? അച്ഛന് വേറെ വഴിയില്ല. थप्पड़ मारे उसने. अच्छा, इसने घाव दिए थे. തിരിച്ചറിയാൻ സാധിച്ചോ? പഴയ പോലീസുകാരൻ സർ, അഞ്ജു ജോർജിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. വിളിച്ചെന്നിട്ട് കണ്ണുറക്കാവൂ. ഞാൻ കൂടെ ഉണ്ടായിരുന്നല്ലേ? ഭാഗ്യത്തിന് ആ കുട്ടിയുടെ ഇഞ്ചുറീസ് ഒന്നും ഫേറ്റലായിരുന്നില്ല. എന്ന് പറഞ്ഞ അയാളെ തള്ളിക്കളയേണ്ട മിസ്റ്റർ പ്രഭാകർ. 2 വർഷത്തെ പ്രയത്നം കൊണ്ട് നിങ്ങൾ പ്രതിയാക്കാൻ ശ്രമിച്ചെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, ആ മകളെ രക്ഷിക്കാൻ അയാൾ ഏതറ്റം വരെയും പോകും. സോ ലെറ്റ് ഇറ്റ് ബി ദി എൻഡ്. तो यहाँ पर ही फिल्म खत्म होती है. दृश्यम 3 अच्छी फिल्म थी और 2 घंटे 40 मिनट की फिल्म थी टोटल ड्यूरेशन. और मतलब कैरेक्टर बहुत काफ़ी सारे हैं इस फिल्म में ना. जैसे पहले वाली जो दृश्यम मैंने देखी थी, भले मैंने साउथ वाली नहीं देखी थी, अजय देवगन वाली देखी थी, तो तब स्टोरी वही थी, वो उसी का रीमेक थी ना अजय देवगन की फिल्म. तो उसकी स्टोरी मुझे याद है. तो उसमें ज़्यादा कैरेक्टर नहीं थे जितने इस फिल्म में. इसमें वो काफ़ी सारे कैरेक्टर से कनेक्ट होने में टाइम लगता है. तब धीरे धीरे खुलासा होता है कौन सा कैसा कैरेक्टर है, किसका है. लेकिन सबका अहम रोल है. और फर्स्ट हाफ में अलग ही कहानी चल रही थी, सेकंड हाफ में अलग ही हो गई. जब से सहदेवन आया, सेकंड हाफ से ही आया सहदेवन, तब उनकी बेटी, मेन मकसद उसका ये था कि उनकी बेटी की शादी तुड़वाना. और वो किसके कहने पे कर रहा था? वही जो लड़का मरा था, उसके पापा प्रभाकर उसके पापा थे, उस लड़के के पापा ना. तो उसके कहने पे कर रहा था वो. ये सब वो बाद में पता चला. मतलब रिवील से सब चीज़ें बाद में हुई. जब एंडिंग फिल्म आती रही तो बहुत सारी चीज़ें रिवील होने लगी. और वाला सीन वाला ट्विस्ट पे अच्छा लगा मुझे, जब सहदेवन मतलब दिखाए से रहते सहदेवन ने हमला किया है उसकी बेटी पर, और वो बाहर से दरवाज़ा खटखटा रहा है और तोड़ने की कोशिश कर रहा है. लेकिन तब पुलिस आ गई थी और पुलिस ने फिर अंदर उसकी बेटी को बचा लिया. लेकिन बाद में पता चलता है कि जॉर्ज कुट्टी ने ही अपनी बेटी पर हमला किया ताकि सहदेवन को फंसा सके. ऐसे में उसकी बेटी फिर विक्टिम हो गई ना, और उसकी बेटी फिर निर्दोष हो गई. और तो वो एक तरह से छूट गई फिर उस जो भी
जो भी चीज़ें हो रही थी, ताकि मेरी बेटी को फंसा ना सके कोई। ये एक मकसद था उसके पापा का, जॉर्ज कुट्टी का। सबने अच्छा रोल निभाया है अपना, और ख़ासकर इसमें भी जॉर्ज कुट्टी का मतलब जो है सहदेवनी है, मतलब सहदेवनी जॉर्ज कुट्टी, उसका दिमाग देखने को मिला। जिस तरह से पहले ही फिल्मों में दृश्यम फर्स्ट सेकंड, जिस तरह से उसने अपने दिमाग का यूज़ करके ट्विस्ट किया था और अपने को उस केस से बचाया था, अपनी फैमिली को भी साथ में, तो वैसे ही उसने इसमें भी किया। तो वही ट्विस्ट स्ट्रैटेजी देखने को मिली इस फिल्म में। बाकी सभी का रोल अच्छा है, एक्टिंग सबकी कमाल की है। फिल्म की स्टोरी भी काफ़ी मज़ेदार है, इंटरेस्टिंग है। तो आज के लिए बस इतना ही। अगर आपको वीडियो पसंद आता है तो लाइक कीजिए, शेयर कीजिए और चैनल को जरूर सब्सक्राइब कीजिए। मिलेंगे नेक्स्ट मूवी के साथ। थैंक्स सो मच।